ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാങ്കോക്കിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോവാണ് ഷോപ്പിങ്ങിന്. ബാങ്കോക്ക് പ്ലാറ്റിനം ഫാഷൻ മാളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി വരുന്നതിൻ്റെ സൈഡിൽ തന്നെ വലിയൊരു അക്വേറിയം ഇരിപ്പുണ്ട്. കുറേ അക്വേറിയം ഉണ്ട് കേട്ടോ ഈ ഹോട്ടലിൽ. ഇവിടെ ഒരു മരവും അതിൻ്റെ ചുവട്ടിലൊരു വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് എന്ത് രസം എന്നറിയോ കാണാനായിട്ട്. അത് കാണാനായിട്ട് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് പോലത്തെ ഒരു സാധനമുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ലോബി ഏരിയ. അപ്പം നമ്മൾ ഇതുവഴി പുറത്തിറങ്ങി ഏതെങ്കിലും ടാക്സിയോ ടുക്ടുക്കോ എല്ലാം വിളിച്ചിട്ട് നമ്മൾ പ്ലാറ്റിനം മാളിലേക്ക് പോവാണ് ഫോർ ഷോപ്പിംഗ്. നമ്മളിപ്പോൾ പുറത്തിറങ്ങി. ഇവിടെ ഇപ്പം ചെറിയൊരു ചൂടുണ്ട്, കുറച്ച് ഹ്യൂമിഡിറ്റി ഉണ്ട്. യു എയിലെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല ബെറ്ററാണ്. പിന്നെ നമുക്ക് സിം എടുക്കണം. ആക്ച്വലി നെറ്റൊക്കെ വേണമല്ലോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ. അപ്പോൾ ഒരു സിം എടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. സിം എടുത്തിട്ട് നമ്മൾ പ്ലാറ്റിനം മാളിലേക്ക് പോവും. നമ്മളിവിടുത്തെ ഒരു കറൻസി എക്സ്ചേഞ്ചിൽ ഡോളർ മാറി തായ്ബട്ട് എടുക്കാൻ വന്നതാണ്. ഇവിടെ നല്ല റേറ്റ് ഉണ്ട്. ഞങ്ങൾ നോക്കിയിട്ട് 35.7 ഉണ്ട് USD. ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ 33 ഒക്കെയാണ് ഉള്ളത്. ചില കുഴപ്പമില്ല. കുറച്ച് കറൻസി മാറിയിട്ട് ഷോപ്പിങ്ങിന് പോവല്ലേ, പൈസ വേണമല്ലോ. ചേട്ടനൊരു പേപ്പറിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടൊക്കെ ഉണ്ട്. $100 $3570 ബാത്ത് ഇവിടെ കിട്ടും. അല്ല, പൈസ എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. ക്യാഷുകാരനായി. ചേട്ടനൊരു പേപ്പറിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടൊക്കെ ഉണ്ട്. $100 $3570 ബാത്ത് ഇവിടെ കിട്ടും. അല്ല, പൈസ എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. ക്യാഷുകാരനായി. 1000 ബാത്ത് വരും. എന്നാന്ന് വെച്ചാൽ ഷോപ്പ് ചെയ്തു 1000 ബാത്ത് 3 പ്രാവശ്യം തരട്ടി വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ അംബാസഡർ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ട്രീറ്റിലൊരു എക്സ്ചേഞ്ചാണ്. ഇതൊരു സ്ട്രീറ്റാണ്. പക്ഷെ ഇവിടെ നൈറ്റ് ലൈഫാണ് ശരിക്കും പറഞ്ഞാൽ കാണേണ്ടത്. ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ഇവിടെ ഏത് മുക്കിൽ നോക്കിയാലും ഇതുപോലെ ഓരോരോ പ്രതിഷ്ഠകൾ കാണാം. എന്താണോ എന്തോ. ഇവിടെ വന്നിട്ട് ആകെ പരിചയമുള്ളൊരു പ്രതിഷ്ഠ കണ്ടത് ഇതാണ് കേട്ടോ, ഗണപതിയുടെ പ്രതിഷ്ഠ. ഗണപതിയാണെന്ന് തോന്നുന്നു. ഇതെന്ത് സീബ്രയുടെ പ്രതിഷ്ഠയാണോ അത്? ഹോട്ടലിൽ നിന്ന് പ്ലാറ്റിനം മാളിലേക്ക് ഒരു 3.5-4 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ടുക്ടുക്ക് വിളിച്ചു അവിടേക്ക് പോകാനായിട്ട്. ഇത് നമ്മുടെ നാട്ടിലെ ഓട്ടോ പോലെ തന്നെ, പക്ഷേ ഓട്ടോയെക്കാട്ടിലും കുറച്ചും കൂടി ഓപ്പൺ ആണെന്നേ ഉള്ളൂ. അതേയുള്ള വ്യത്യാസം. നമ്മളിതാ പ്ലാറ്റിനം മാളിലെത്തി. ഇതാണ് പ്ലാറ്റിനം മാൾ. ഇവിടെ ഈ മക്ഡൊണാൾഡ്സിൻ്റെ നേരെ ഫ്രണ്ടിൽ നിറച്ച് ഫുഡ് സ്റ്റാളുകളാണ്. ഇഷ്ടംപോലെ ഫുഡ് സ്റ്റാളുകളുണ്ട്, അല്ലാത്ത ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് ചുമ്മാ എല്ലാം ഒന്ന് വെറുതെ കണ്ടു പോകാം. സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ വ്ളോഗ് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആയിപ്പോവും. കാരണം അത്രയ്ക്കും ഷോപ്പുകളുണ്ട് ഈ പ്ലാറ്റിനം മോളിൻ്റെ ഫ്രണ്ടിൽ. ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് അവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏതൊക്കെയാണ് ട്രൈ ചെയ്ത് നോക്കിയതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിലെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫുഡ് സ്ട്രീറ്റ് ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ മാളിലേക്ക് കയറി. ഇതാണ് പ്ലാറ്റിനം ഫാഷൻ മോൾ. ബാങ്കോക്കിൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് കിട്ടുന്ന ഒരു മാളാണ്. ബാങ്കോക്കിൽ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാതെ മസ്റ്റായിട്ട് മിസ് ചെയ്തിരിക്കേണ്ട ഒരു മാളാണ്. ഒരു 6 ഫ്ലോറിലായിട്ട് നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. ഞാൻ കണ്ടത് വെച്ചിട്ട് എനിക്ക് തോന്നിയത് മജോറിറ്റിയും ലേഡീസിന് അല്ലെങ്കിൽ ഗേൾസിനുള്ള ഐറ്റംസാണ് കൂടുതൽ. ജെൻസിനുള്ള ഐറ്റംസ് ഇല്ല എന്നല്ല, എന്നാലും ഉണ്ട്, ബട്ട് കുറവാണ്. പിന്നെ ഇവർ ഓരോ ഫ്ലോറായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലേഡീസിനുള്ള ഐറ്റംസ് ഇത്ര ഫ്ലോർ വരെ, പിന്നെ ബാഗ്, ഷൂസ്, അങ്ങനത്തെ ആക്സസറീസ് വേറൊരു ഫ്ലോറിൽ, കിഡ്സിനുള്ള ഐറ്റംസ് വേറൊരു ഫ്ലോറിൽ, അങ്ങനെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒരു ഫ്ലോറിൽ, അങ്ങനെ പ്രോപ്പറായിട്ട് അവർ അറേഞ്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ എളുപ്പമുണ്ട്. പിന്നെ അവിടെ എത്ര ഷോപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞങ്ങളൊരു 1000 സംതിങ് ഷോപ്പ് വരെ കണ്ടു. അതായത് ഓരോ ഷോപ്പിനും ഓരോ നമ്പറുണ്ട്. അങ്ങനെ നമുക്ക് ശരിക്കും ഷോപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 1600 സംതിങ് ഷോപ്പ് വരെ കണ്ടു. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കണ്ടില്ല. പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും എന്തായാലും പ്ലാറ്റിനം മോൾ നമുക്ക് ഫുൾ കണ്ടു തീർക്കാൻ പറ്റത്തില്ല.
ഒരു മിനിമം 2 ദിവസം കംപ്ലീറ്റ് നമ്മൾ ആ മാളിൽ കൂടെ നടന്നാലേ 2-3 ദിവസം നടന്നാൽ മാത്രമേ നമുക്ക് എല്ലാ ഷോപ്പും കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വാസ്റ്റാണ്, അത്രയും നമ്പർ ഓഫ് ഷോപ്സ് ഉണ്ട് അവിടെ. പ്ലാറ്റിനം മാളിലെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ എല്ലാ ടൈപ്പ് ഓഫ് ഡ്രസ്സും അവിടെ അവൈലബിൾ ആണ്. ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകൾ അവൈലബിൾ ആണ്, ഫോർമൽ വെയർസ് അവൈലബിൾ ആണ്, കാഷ്വൽ വെയർസ് കിട്ടും. ഇവൻ ആക്സസറീസിലാണെങ്കിൽ പോലും ട്രെൻഡി ആയിട്ടുള്ളതും അല്ലാത്തതുമൊക്കെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട്. പിന്നെ എല്ലാ ഷോപ്പുകളും നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല, അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ചിലപ്പോൾ 3-4 ദിവസമൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകുന്നവർക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷേ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേയിൽ കിടക്കുന്ന കണ്ടിട്ട് നല്ല ഡ്രസ്സുകളുണ്ട് അല്ലെങ്കിൽ നല്ല ആക്സസറീസ് ഉണ്ടെന്ന് തോന്നുന്ന ഷോപ്പുകളിൽ മാത്രമേ നമ്മൾ കയറിയിട്ടുള്ളൂ. ഇത് ഉണ്ടോ നല്ല ഡ്രസ്സല്ലേ, പേരൻറ്റിനും ചൈൽഡിനുമായിട്ട്. അതെ, അപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ അപ്പനും കുഞ്ഞിനും അല്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനായിട്ട് ഇങ്ങനെ പെയർ ചെയ്തിടാൻ പറ്റിയ ടൈപ്പ് നല്ല ഡ്രസ്സുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഷർട്ടും ഉണ്ട്. എനിക്ക് ഇവിടെ ഫുള്ളല്ല ഈ പേരൻറ് ചൈൽഡ് ഫാമിലി കോംബോ. അതെ അതെ, എല്ലാത്തോളം നടന്ന് മടുത്തിട്ട് നമ്മളൊരു ബോബ മിൽക്ക് ടീ മേടിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ചോക്ലേറ്റ് മിൽക്ക് ടീ ആണ് പറഞ്ഞിരിക്കുന്നത്. ചോക്ലേറ്റ് മിൽക്ക് ടീ, ചോക്ലേറ്റ് മിൽക്ക് ടീ. അതെ, ഇത് മുഴുവനും കണ്ടു തീർക്കാനുള്ളതാണ്. എത്ര ഫ്ലോറാണ്? 6-7 ഫ്ലോറുണ്ട്. കുഞ്ഞു പിള്ളേരുടെ നൈറ്റ് ഡ്രസ്സൊക്കെ കിടക്കുന്നുണ്ടോ? അയ്യോ, ഞങ്ങളങ്ങനെ നടന്ന് 6ാമത്തെ നിലയിലെത്തി. ഇവിടെ ഫുള്ള് പിള്ളേരുടെ ഫ്ലോറാണ്. ആദ്യമൊക്കെ പിള്ളേരുടെ ഫ്ലോറാണ്. ഇത് കഴിഞ്ഞപ്പം നമ്മുടെ ആക്സസറീസും അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ കാണുന്നത്. ഞങ്ങളുടെ എനർജിയൊക്കെ ഫുൾ ഡ്രെയിൻ ഔട്ട് ആയതുകൊണ്ട് ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി, ഇത് സമയം 4 മണിയായി, അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി ബാക്കി ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡ് കോർട്ട് തപ്പി നടക്കുക. പിന്നെ ഇത് 7:30 ഒക്കെ ആകുമ്പോഴേക്കിനും എല്ലാം ക്ലോസ് ചെയ്യും. അപ്പം അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ മേടിക്കണം. മുമൂസോ പോലത്തെ ഒരു ഷോപ്പ് നല്ല രസമുണ്ട്, കയറണം. ഇവിടെയാണ് ഫുഡ് കോർട്ട്. അപ്പം ഞങ്ങളിതാ ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. വിഗ് വേണ്ടവർക്ക് ഇഷ്ടംപോലെ വിഗ് ഇരിപ്പുണ്ട് കേട്ടോ. നടന്ന് വിശന്ന് വലഞ്ഞ് മടുത്തിട്ട് ഞങ്ങളിതാ KFC കഴിക്കുവാണ്. അതെ അതെ, ഫുഡൊക്കെ നമ്മൾ ഈവനിങ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി എനർജിയൊക്കെ ആയിട്ട് നമ്മൾ നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക് പോയി. പ്ലാറ്റിനം മാളിൻ്റെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു സബ് ഡിവിഷനായിട്ടാണ് ഇവർ കോസ്മെറ്റിക് സെക്ഷൻ വെച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് അറിയാവുന്നതും അറിയത്തില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബോഡി ലോഷന്, ക്രീമുകൾ, ഫേസ് വാഷുകൾ, എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല, അതുപോലെ ഐറ്റംസാണ്. പക്ഷേ ആകെ ഞാനതിൽ എനിക്കറിയാവുന്നത് കണ്ടത് പോൺസും ഗാർണിയർ, ഈ 2 ബ്രാൻഡ് മാത്രമാണ്. ബാക്കി ബ്രാൻഡുകളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. നമ്മൾ ഈ UAE-ലൊക്കെ കാണുന്ന പോലെ, UAE-ലൊക്കെ ആണെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ബ്രാൻഡുകളുണ്ട് അറിയാവുന്നത്. പക്ഷേ ഇവിടെ ആകെ ഈ 2 ബ്രാൻഡ് മാത്രമേ എനിക്ക് അറിയാവുന്നതായിട്ട് ഞാൻ കണ്ടുള്ളൂ. പിന്നെ നമ്മൾ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ, അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ 2 ബ്രാൻഡ് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വേറെ പ്രോഡക്റ്റ്സ് ഒന്നും അവിടെ ഞാൻ കോസ്മെറ്റിക് സെക്ഷനിൽ നിന്നും മേടിച്ചില്ല. കാരണം നമ്മൾ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഏത് ബ്രാൻഡാണെന്നും നമുക്ക് അറിയില്ലല്ലോ. ചിലപ്പോൾ നല്ല ബ്രാൻഡുകളായിരിക്കും, പക്ഷേ എന്തായാലും എനിക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ അവിടെ കോസ്മെറ്റിക് ഐറ്റംസ് ഒന്നും ഞാൻ അവിടെ നിന്ന് മേടിച്ചില്ല. എന്നിട്ട് ഞാൻ തിരിച്ച് നമ്മുടെ പ്ലാറ്റിനം മാളിൻ്റെ സെക്ഷനിലേക്ക് തന്നെ പോന്നു. അപ്പോൾ അവിടെ നമുക്ക് ഡ്രസ്സസൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ പ്രൈസ് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഒരു സാധനത്തിന് നമ്മൾ ഒരു കടയിൽ ഒരു 200 ബാത്ത് കണ്ടാൽ ചിലപ്പം 1-2 കട കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ആ സെയിം സാധനം തന്നെ 150 ബാത്തിനോ 100 ബാത്തിനോ കിടക്കുന്നത് കാണാം. ഓൾമോസ്റ്റ് എല്ലാ കടകളിലും തന്നെ സിമിലർ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പല കടകളിൽ നോക്കി പ്രൈസൊക്കെ നോക്കിയിട്ട് മേടിക്കണം. അതുമാത്രമല്ല നമുക്ക് ബാർഗെയിൻ ചെയ്യാനും പറ്റും. പക്ഷേ ചിലർ ബാർഗെയിനിങ്ങിനോടൊന്നും സഹകരിക്കത്തില്ല, അവർ ഫിക്സ്ഡ് പ്രൈസ് ആണെന്ന് പറയും. പിന്നെ ഹോൾസെയിൽ റേറ്റിലാണെങ്കിൽ നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടും ഹോൾസെയിലായിട്ട് ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ. അതുപോലെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ നാട്ടിലേക്കൊക്കെ ആണെങ്കിലും ഹോൾസെയിലായിട്ട് ഇവിടുന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പം കുറച്ചും കൂടി ചീപ്പർ റേറ്റിൽ കിട്ടും. പക്ഷേ എന്നാലും നമ്മൾ സിംഗിൾ പീസായിട്ട് എടുത്താൽ പോലും നമുക്ക് അത്യാവശ്യം ചീപ്പറായിട്ടുള്ള റേറ്റിൽ തന്നെയാണ് സാധനങ്ങൾ കിട്ടുന്നത്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. പറയാനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അധികം പറഞ്ഞു വേർപ്പിക്കുന്നില്ല. അപ്പോൾ ബാക്കി വീഡിയോ നിങ്ങൾ കണ്ടോളാം.
നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു ഷോപ്പിൽ പാസ്പോർട്ട് കവറിലൊക്കെ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ പേരും ലോഗോയും ഒക്കെ വെച്ച് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ അപ്പം 2 പാസ്പോർട്ട് കവറും കൂടി മേടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ കയറി കേട്ടോ. പാസ്പോർട്ട് കവർ മാത്രമല്ല, അവിടെ വാലറ്റും ബാഗും അങ്ങനെ ഒരുപാട് സാധനങ്ങളിൽ അവരിങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 പാസ്പോർട്ട് കവർ മേടിക്കാനാണ് കയറിയത്. അപ്പോൾ അവരൊരു അച്ച് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ടാണ് നമ്മുടെ പേര് അതിലാക്കുന്നത്. എന്നിട്ട് അതിലൊരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മുടെ കവറിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൊടുത്ത ലോഗോയൊക്കെ അവർ നമ്മൾക്ക് വേണ്ട സ്ഥലത്ത് വെച്ച് മാർക്ക് ചെയ്തിട്ട് അവർ പിന്നെ അത് പെർമനൻ്റ് ആയിട്ട് അതിൽ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചേട്ടൻ അത് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. അപ്പോൾ അതിന് ഒരു കൗതുകം തോന്നിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു. അപ്പോൾ പിന്നെ അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ പേരും ലോഗോയും ഒന്നും കവറിൽ നിന്ന് പറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ആണി പോലത്തെ ഒരു സാധനം വെച്ചിട്ട് പെർമനൻ്റ് ആയിട്ട് അത് അവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു കാരണവശാലും ഇളകിയൊന്നും പോരത്തില്ല. പിന്നെ അവർ നമ്മളെ കാണിക്കും, നമ്മൾ കൺഫേം പറഞ്ഞ് ഓക്കെ ആണെങ്കിൽ മാത്രം അവരത് ആണി വെച്ച് ഒട്ടിച്ചത് ഒന്നും കൂടി അവർ ജസ്റ്റ് ഒരു ഗ്ലൂ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെർത്തായിട്ട് എനിക്ക് തോന്നി. കാരണം 80 ബാത്തേ ഉള്ളൂ ഒരു പാസ്പോർട്ട് ചെയ്യുന്നതിന്. ഒരു ലോഗോയും പേരും മാത്രമാണെങ്കിൽ 80 ബാത്ത്. നമ്മൾ 2 ലോഗോ എടുത്തത് കൊണ്ട് നമുക്ക് 100 ബാത്തായി. പക്ഷേ 100 ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ 10 ദിറംസേ ഉള്ളൂ. ഈവൻ ആ കവറിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് 10 ദിറംസിന് എന്തായാലും ഇത് വർത്താണ്. 10 ദിറംസ് പറയുമ്പോൾ നാട്ടിലൊരു 220-230 രൂപയായിട്ട് വരും. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ടുക്ക് വിളിച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. പിന്നെ ഇവിടെ ടുക്ക് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും പല റേറ്റാണ് പറയുന്നത്. 2-3 ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് ഏറ്റവും കുറവ് റേറ്റ് പറയുന്ന ആരാണോ അവരെ ഫിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ റേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, നമ്മൾ ഈ ടുക്കിൽ കയറിയ സമയത്ത് ഇതിൽ ലൈറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട്. ബാങ്കോക്കിലെ നൈറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ടുക്കിൽ ചേട്ടൻ നല്ല അടിപൊളി ലൈറ്റൊക്കെ ഇട്ട് നല്ല മിന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ വീഡിയോസ് എല്ലാം കാണണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.